അപ്പോൾ നിങ്ങളും ഇന്ന് സ്വർഗത്തിലേക്കുള്ള വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അത് കാൽവിനിസമാണോ അർമീനിസമാണോ എന്നല്ല ചിന്തിക്കേണ്ടത് കർത്താവ് തന്ന വാഗ്ദത്തത്തിലേക്ക് എബ്രഹാം നോക്കിയതുപോലെ സ്വന്തം പ്രയത്നത്തിലേക്കോ സ്വന്തം എലമെൻസിലേക്കോ നോക്കാതെ അത് വാഗ്ദത്തത്തിലേക്ക് മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദൈവം അവൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഇന്ന് പലപ്പോഴും പെന്തക്കോസ്തൽ ചർച്ചിലാണെങ്കിൽ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കും ബ്രദറെ. ആ വാഗ്ദത്തങ്ങളെല്ലാം ഈ ലോകത്തെ സംബന്ധിക്കുന്നതാണ്. അതെല്ലാം ഒരു ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ രക്ഷാകരമായ വാഗ്ദത്തത്തിൽ ഇന്ന് ആളുകൾ വിശ്വസിക്കുന്നില്ല. അതിന് പകരം അവർ സ്വന്തം ചിന്തകൾ, സ്വന്തം പ്രവൃത്തികൾ അവരുടെ രക്ഷ നിർണ്ണയിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാൽവിനിസ്റ്റോ അർമീനിയനോ ആകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. ദൈവം നിങ്ങൾക്ക് എന്ത് വാഗ്ദത്തമാണ് രക്ഷകര സമയത്ത് തന്നത്? എഫെസ്യ ലേഖനം 1:17 പറയുന്നു, നമ്മെ അവൻ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ആ ഒരൊറ്റ പ്രത്യാശയിലേക്ക്